ഹലോ 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 ആരാണ്? ആരാ? ഞാനാ. എനിക്ക് വാവയൊന്ന് കിട്ടോ? തനിക്കാ? എനിക്കാ. ഹലോ, ബേൽപ്പത്തൂർ മനയിൽ വാവ നമ്പൂതിരി സംസാരിക്കുന്നു. ഇതാരാണാവോ? ഇത് കുരിശ് വീട്ടിൽ മറിയമ്മയാ. അറിയോ നീയെ? അമ്മയാണ് അമ്മ. ഹായ്, ഇതാര്? അച്ഛൻ തിരുമേനയുടെ വേളിയോ? എന്തൊക്കെയുണ്ട് കുരിശുമനയിലെ വിശേഷങ്ങള്? ആ പുലിക്കാട്ടിലെ മ്ലേച്ഛന്മാര് കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടാക്കണുണ്ടോ? ഇവിടെ അച്ഛാ ഞാനും അച്ഛനും സുഖമായിട്ട് അങ്ങോട്ട് കഴിയാ. പിന്നെ പെരുന്നാള് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചാലോ? നിന്റെ കോമാളിത്തരമൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല. നീ പോയിട്ട് ഇപ്പൊ എത്ര ദിവസമായെന്ന് ഓർമ്മയുണ്ടോ? എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്നും പറഞ്ഞ് ഇവിടുന്ന് പോയ ആളാ. എന്റെ മറിയാമ്മ പിണങ്ങല്ലേ. നാളെ ഉച്ചക്ക് മുമ്പാണ് ഞാൻ അവിടെ എത്തിയിരിക്കും. ഉറപ്പാണല്ലോ? ഉറപ്പ്. വേഗം വന്നേക്കണം. നാളെ നല്ല മധുരക്കള്ള് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് വാസു. അയ്യോ, ഇനി കള്ളൊന്നും വേണ്ട. അച്ഛൻ ഇഷ്ടമില്ലാത്തോണ്ട് വാവ കൂടി നിർത്തി. നന്നായി. പിന്നെ അമ്മേ, മറ്റേ കാര്യം ഞാൻ ഇതുവരെ അച്ഛനോട് സംസാരിച്ചില്ലട്ടാ. ഇപ്പൊ തന്നെ സംസാരിച്ചിട്ട് സമ്മതം മേടിച്ചോണ്ട് നാളെ ഉച്ച ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തിക്കോളാം കേട്ടാ. പോരെ? ആ അച്ഛൻ, ഞാൻ വന്നതേ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ്. എന്താ? ഒരർത്ഥത്തിൽ അച്ഛനും അമ്മയും ഒരുപോലെ തന്നോട് തെറ്റിയതവരാ. ജാതിയും മതവും നോക്കാതെ വിവാഹം കഴിച്ചവരാണെങ്കിലും ഏതോ ഒരു നിമിഷത്തിൽ രണ്ടുപേർക്കും അവരവരുടെ കുടുംബത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ടി വന്നു. ബന്ധം പിരിഞ്ഞെങ്കിലും വീണ്ടും പരസ്പരം ചേരണമെന്ന് ഉള്ളുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്കിടയിൽ നിന്നൊന്നും സംസാരിക്കാൻ പോലും ആരും ഉണ്ടായില്ല. ഇതിനിടയിൽ നഷ്ടപ്പെട്ടു പോയത് തൻ്റെ ജീവിത. എന്തൊക്കെ പുരോഗമനവാദങ്ങൾ പറഞ്ഞാലും ഏതെങ്കിലും ഒരു ജാതി സ്വീകരിക്കാതെ ഈ സമൂഹത്തിൽ നിലനിൽപ്പില്ല. അല്ലെങ്കിൽ എവിടെയും അവഗണിക്കപ്പെടും. തൻ്റെ പഠനവും വിവാഹവും ഒക്കെ അങ്ങനെ അവതാളത്തിലായില്ലേ. ഇപ്പോഴെങ്കിലും താൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത് നന്നായി. താൻ ക്രിസ്തുമതം സ്വീകരിക്കുന്നതിൽ അച്ഛന് പരിപൂർണ സമ്മതമാണെന്ന് അമ്മയോട് പോയി പറഞ്ഞോളൂ. ഞാൻ ചെയ്യണ തെറ്റാണെന്ന്. ഏയ്, താൻ ചെയ്യുന്നതാണ് ശരി. തന്നെ ഇതുവരെ വളർത്തിയ അമ്മ, താൻ ഇതുവരെ വളർന്ന അന്തരീക്ഷം, അവിടെ ചെന്ന് തലയെടുപ്പോടെ പെരുന്നാൾ നടത്തടോ. താൻ ആരുടെ മുമ്പിലും തോക്കാൻ പാടില്ല, തൻ്റെ അമ്മയും. ശത്രുക്കൾ ഒരുപാട് എനിക്കുണ്ട്. പക്ഷേ വണ്ടിക്കൂലി മുടക്കി ഇവിടം വരെ വന്ന് പണി തരാനുള്ള ശത്രുതയൊന്നും ആർക്കുമില്ല. ഇത് അച്ഛന്റെ നേരെ വന്ന പണി തന്നെയാണ്. ഈ വൃദ്ധ ബ്രാഹ്മണനോട് ആർക്ക് എന്ത് ശത്രുത തോന്നാനാ? അച്ഛനൊരു പരിശുദ്ധാത്മാവായതുകൊണ്ട് തോന്നണേണ്. എന്റെ ബലമായ അഭിപ്രായം, അന്നത്തെ ആക്സിഡന്റ് ഉണ്ടല്ല, അത് പണി തന്നെയാണ്. അച്ഛന്റെ കൂടെ ആ മാനേരാണെന്ന് പറഞ്ഞ് നടക്കണ ആ ഉണ്ടക്കണമുണ്ടല്ല KP മുറ്, അവനെങ്ങനെയാണ്? എന്താണ് അവന്റെ പേര്? പൂയൻകുട്ടിയ. ശിവൻകുട്ടി. എന്ത് ശവൻകുട്ടിയാണെങ്കിലും ശരി, അവന്റെ മേത്തൊരു കണ്ണുള്ളത് നല്ലതാ. അവന്റെ ആ പാവത്തും ആത്മാർത്ഥവും ഒക്കെ ഓവറാക്ക. താൻ എന്തായി പറയുന്നേ? ഒരു വലിയ തകർച്ചയിൽ നിന്ന് എന്നെ ഇതുവരെ എത്തിച്ച എന്റെ മനുഷ്യങ്ങളുടെ മക്കളാ ശിവനും ഗായത്രിയും. രോഗശീയെ കിടക്കുമ്പോ അവരെ എന്നെ ഏൽപ്പിച്ചിട്ട് അയാൾ കണ്ണടച്ചത്. അവരെനിക്ക് എന്റെ സ്വന്തം മക്കളെ പോലെയാ. ഈ വീടൊഴികെ എനിക്കുള്ള സകല സ്വത്തുക്കളും അവരുടെ പേർക്കാ എഴുതി വെച്ചിരിക്കുന്നത്. സംഗീതം കൊണ്ട് നേടിയതെല്ലാം സംഗീത ലോകത്തേക്ക് എന്നെ തിരികെ കൊണ്ടുവന്ന മണിശങ്കരന്റെ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് തോന്നി. അയാളുടെ ആത്മാവിന്റെ മുമ്പിൽ വെക്കാവുന്ന ഏറ്റവും വലിയ ദക്ഷിണ അതല്ലേ? പിന്നെ വേറെ ആരായിരിക്കും?
അച്ഛൻ ഈ സംഗീത ലോകത്ത് വേറെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? യേശുദാസ്, എസ് ജാനകി അങ്ങനെ ആരെങ്കിലും? അസംബന്ധം പറയാതെ അവരൊക്കെ സരസ്വതി കടാക്ഷമുള്ളവരാണ്. സംഗീതം തപസ്യാക്കിയവർക്ക് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പറ്റില്ല. ഈ ബോംബെ രവി, ആർ ഡി ബർമൻ അവരൊക്കെ എങ്ങനെയാണ്? പേര് കേട്ടാ കുഴപ്പമാണ്. ആ താമ്പുകൾ ഉറങ്ങാൻ നോക്ക്. പിന്നെ ആരാ? ചെല്ലേ. റഹ്മാൻ. അയാളൊക്കെ അങ്ങനെ ചെയ്യൂ? കുഞ്ഞെ, ഏ? കുഞ്ഞ് നാളെ പോവാണല്ലേ? പോകാതെ പറ്റില്ല. പെരുന്നാൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെയും വരാല്ല. ഈ അവസരത്തില് അച്ഛനെ തനിച്ചാക്കിയിട്ട് പോകുന്നത് ബുദ്ധിയാണോ? അച്ഛന്റെ പിന്നാലെ നിഴല് പോലെ ഏതോ ഒരു ശത്രു ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. വലുതാത്ത എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുഞ്ഞിവിടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ധൈര്യമുണ്ട്. എനിക്കെന്തോ ഭയം തോന്നുന്നു. അച്ഛന്റെ മരണം ആഗ്രഹിക്കുന്ന ആരോ ഒരാൾ ഈ പരിസരത്ത് തന്നെയുണ്ട്. 2.5 കോടിയോളം വരുന്ന സ്വത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? തിരുമേനിയുടെ കാലശേഷം ഇതൊക്കെ എന്റെ കയ്യിലേക്ക് വരുമ്പോഴേക്കും കടക്കാരെല്ലാം കൂടി എന്നെ കൊത്തിപ്പറിച്ച് തിന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ചെക്കേഴ്സ് പെട്ട് അകത്തായിട്ടുണ്ടാവും. നീയൊക്കെ കൂടിയാ ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ കണ്ട നഷ്ടങ്ങളൊക്കെ വരുത്തി വെച്ചാ. നീ ഒന്ന് സമാധാനപ്പെട്. കാര്യങ്ങളൊക്കെ ഉടനെ ശരിയാകും. നിന്റെ എല്ലാ ബാധ്യതകളും തീരും. ഒരു വിധത്തിലും പാഴാകാത്തൊരവസരം. അങ്ങനെ ഒരു കെണിയൊരുക്കിയിട്ടേ ഇനി നീങ്ങൂ. സൂക്ഷിക്കണം. ഇക്കാര്യത്തിൽ ഒരു കുഞ്ഞു പോലും നമ്മളെ സംശയിക്കാൻ പാടില്ല. മറ്റെങ്ങോട്ടെങ്കിലും ശ്രദ്ധ തിരിച്ചുവിടണം. വല്ല രാഷ്ട്രീയമോ മതവൈരാഗ്യമോ എന്നൊക്കെ തോന്നാൻ പാടുള്ളൂ. കാര്യങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യണം. ഒന്നോർത്താ കഷ്ടാണ്. ഒരു സാധു മനുഷ്യനാ. പക്ഷെ എന്ത് ചെയ്യാനാ? ദേ ഇപ്പം മകനെന്നും പറഞ്ഞ് ഒരുത്തം വന്ന് കയറിയിട്ടുണ്ട്. ഇനി മനസ്സുമാറി എല്ലാം അവൻ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ ഇതുവരെ ഇല്ലാതിരുന്ന ബന്ധങ്ങളൊക്കെ അടുത്തു തുടങ്ങി. ഇനി പിണക്കമൊക്കെ മാറി അവന്റെ തള്ള എപ്പോഴാ കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നീ ഇങ്ങോട്ട് വാ. എങ്ങോട്ടാ? ബാബയുടെ അച്ഛന്റെ മനയിലേക്ക്. ഓ, ബെല്ലടിക്കണുണ്ട്, എടുക്കണില്ല. ഈ അമ്മ ഇതവിടെ പോയി കിടക്കണം. ഇനി വാവാച്ചിനെ കാണാത്ത വിഷമത്തിന് വല്ല സെക്കൻഡ് ഷോനും പോയിരിക്കോ? ഏയ് ബാവേ, 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 എടാ ഇറങ്ങി വരാൻ. എന്റെ അമ്മേടിയാടാ അമ്മ. ഞാൻ അമ്മേനെ അങ്ങാട്ട് വിളിച്ചോണ്ടിരിക്കായിരുന്നു. നീ നിന്റെ ബാഗെല്ലാം എടുത്ത് വേഗം വണ്ടി കയറ്. അമ്മേ, ഞാനിപ്പോ വന്നാ ശരിയാകലമ്മേ. ഒന്നും പറയണ്ട, നീ വരണം. ഇപ്പൊ ഈ നിമിഷം എന്റെ കൂടെ വരണം. അമ്മേ, ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മാത്രം മതി. വേഗം വണ്ടി കയറ്. വക്കീലമ്മേ, അതല്ല, അച്ഛനെ ഇവിടെ തനിച്ചാക്കിട്ട് വാവിച്ചിന് ഇപ്പൊ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം വക്കീലമ്മേ. ഇക്കാലം അത്രയും ഇവനെ കാണാതെ ജീവിച്ച അച്ഛന് ഇനി ഇവനെ കാണാതെ ജീവിക്കാൻ അറിയാം. പക്ഷേ എനിക്കതിന് കഴിയില്ലടാ. ഇത്രയും ദിവസം ഞാൻ എങ്ങനെ കഴിഞ്ഞെന്ന് നിനക്കൊന്നും അറിയില്ല. ബാബേ, നിന്റെ അമ്മയെ വിളിക്കുന്നേ, വന്ന് വണ്ടി കയറ്. അമ്മക്ക് കള്ള് തലക്ക് പിടിച്ചിരിക്കാണ്, അതുകൊണ്ടാണ് പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്. നീ വരുന്നോ ഇല്ലയോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി. അമ്മ ഇപ്പൊ അച്ഛനെ തനിച്ചാക്കിട്ട് വന്നാ ശരിയാകല. എങ്കിൽ നീ വരണ്ട. നീ ഇനി ഒരിക്കലും ഈ അമ്മയുടെ അടുത്തേക്ക് വരണ്ട. അമ്മേ, മേലിൽ നീ ആ വീടിന്റെ പടി ചവിട്ടി പോരുത്. വണ്ടി എടുക്കണോ? അമ്മേ, ഞാനൊന്ന് പറയട്ടമ്മേ. അമ്മേ, ഞാനൊന്ന് പറയണമെന്ന് കേക്കമ്മേ. അമ്മേ, വണ്ടി എടുക്കണ. അമ്മേ.
അമ്മേ എടാ പീതാംബര എടാ വണ്ടി നിർത്താൻ എടാ. ഈ അച്ഛന് വേണ്ടി താൻ തന്റെ അമ്മയെ വേദനിപ്പിക്കരുത്. താനില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരിക്കൽ താൻ നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥ വന്നപ്പോ സ്വയം ജീവനെടുക്കാൻ വരെ തയ്യാറായതാ അവര്. അതുകൊണ്ട് താൻ അവരുടെ അടുത്തേക്ക് തന്നെ പോണം.